രൂപമാറ്റം വരുത്തിയ നവകേരള ബസ്സിന്റെ ആദ്യ സർവീസ് നാളെ കോഴിക്കോട് നിന്ന് ആരംഭിക്കും. നാളെ രാവിലെ 8:30 മണിക്കാണ് ബംഗളൂരുവിലേക്ക് സർവീസ് തുടങ്ങുക. ബംഗളൂരുവിൽ നിന്ന് രാത്രി 10:30 മണിക്ക് കോഴിക്കോട്ടേക്ക് തിരിച്ചും സർവീസ് നടത്തും. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ഈ വണ്ടിയുടെ വിശദാംശങ്ങൾ നൽകും. പറയൂ രാഹുൽ സുരേഷ്, വിശദാംശങ്ങൾ. SK നവീകരണത്തിന് ശേഷം എത്തിയ നവകേരള ബസിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ആ ബസിന്റെ സമയക്രമത്തിലും അതോടൊപ്പം തന്നെ സർവീസിലും ഒരു അന്തിമ തീരുമാനമായിരിക്കുകയാണ്. നാളെ രാവിലെ മുതലാണ് നവകേരള ബസ് ഇനി പുതിയതായി സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. നാളെ രാവിലെ 8:30 കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ബസ് പുറപ്പെടും. കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും മൈസൂരുവിലുമാണ് ബസ്സിന് സ്റ്റോപ്പ് ഉള്ളത്. വൈകിട്ട് 4:25 ബസ് ബംഗളൂരിലെത്തും. തിരികെ രാത്രി 10:30 ബംഗളൂരിൽ നിന്നും കോഴിക്കോടേക്ക് പുറപ്പെടുന്നത്. രാത്രിയിലും മൈസൂര്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാവും. പിറ്റേ ദിവസം രാവിലെ 5:20 തിരിച്ച് കോഴിക്കോട് എത്തുന്ന വിധത്തിലാണ് ബസ്സിന്റെ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. 911 രൂപയാണ് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കും തിരികെ കോഴിക്കോടേക്കും ഒരാളിൽ നിന്നും ഈടാക്കുന്നത്. ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്ക് 10 രൂപ കൂടി അഡീഷണൽ ആയി നൽകേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ 921 രൂപയായിരിക്കും ടിക്കറ്റ് ചാർജായി ഓരോരുത്തരിൽ നിന്നും ഈടാക്കുക. ഗരുഡ പ്രീമിയം സർവീസ് ആയിട്ടാണ് ഈ ബസ് സർവീസ് നടത്താൻ പോകുന്നത്. എന്താണെങ്കിലും കുറേ ഇടവേളയ്ക്ക് ശേഷം വിവാദങ്ങൾക്ക് ഒടുവിൽ നാളെ ബസ് വീണ്ടും സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്.